CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഉടൻ തുടക്കം കുറിക്കുമെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. വെള്ളിയാഴ്ച ചേർന്ന പ്രത്യേക നഗരസഭാ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. എരുമപ്പെട്ടി വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന രണ്ടുപേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപ്പാടത്ത് നൌഫൽ എന്നിവരെയാണ് ഇൻസ്പെക്ടർ JS അശ്വിനിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടിയത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച എരുമപ്പെട്ടി ജാഗ്രതാ സമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കും. CCTVയും പ്രവർത്തന പരിപാടികളിൽ പങ്കാളികളാകും. സിറാജുൽ ഹുദ ഓൾ സ്റ്റുഡന്റ് ഫെഡറേഷന്റെ സഹകരണത്തോടെ പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആൽത്തറ മഹലിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ CP ജാബിർ നിർവഹിച്ചു. പുണ്യമാസത്തിലെ അവസാന വെള്ളിയാഴ്ചയിൽ പള്ളികളിൽ വിശ്വാസികളുടെ വൻ തിരക്ക്. മേഖലയിലെ പള്ളികളെല്ലാം വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിന് സമീപം ജല അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. അക്കിക്കാവ് മുതൽ പുതിയ പൈപ്പ് ഇടുന്ന ജോലികൾ തുടരുന്നതിനാൽ ആ ഭാഗത്തേക്കുള്ള പമ്പിംഗ് താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. മണത്തലയിൽ മരത്തടികൾ കയറ്റിവരികയായിരുന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. അകലാട് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ അപകടം. കണ്ണൂർ സ്വദേശിക്ക് പരിക്ക്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് ഒറ്റൈനിൽ വെച്ചാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. പുന്നൂർകുളം പഞ്ചായത്ത് കോൾകൃഷി സഹകരണ സംഘത്തിന്റെ കീഴിലുള്ള ഉപ്പുങ്ങൽ വടക്കേപ്പടവിലിറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നാടക ദിനാചരണവും ഭാവഗായകൻ P. ജയചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു. കാഴ്ച പരിമിതിക്കിടയിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ പുന്നത്തൂർ നാട് എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ GB ജോസിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹം. പ്രദേശവാസികൾക്ക് ആശ്വാസമായി പാറന്നൂർ ചിറയിൽ വാഴാനിയിൽ നിന്നുള്ള വെള്ളമെത്തി. വെള്ളമെത്തിക്കാൻ നടപടി സ്വീകരിച്ച ഇറിഗേഷൻ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് കോൺഗ്രസ് രംഗത്ത്. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സൗഹൃദ സംഗമവും നോമ്പുതുറയും വ്രതശുദ്ധിയുടെ സ്നേഹസംഗമമായി. ഗുരുവായൂർ നഗരസഭാ ബജറ്റിനെതിരെ BJP ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ സന്ദേശ റാലി നടത്തി. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാദിനവും രാമനവമിയും ഏപ്രിൽ 3 മുതൽ 6 വരെ ആചാരാനുഷ്ഠാനങ്ങളോടും വിവിധ കലാപരിപാടികളോടും കൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം നഗരസഭാ പരിധിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ചാവക്കാട് പുന്ന GMLP സ്കൂളിലെ വർണ്ണക്കൂടാരത്തിന്റെയും ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഉദ്ഘാടനം നടന്നു. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഹൃദയപൂർവ്വം എന്ന പേരിൽ DYFI ജില്ലാ കമ്മിറ്റി നടപ്പിലാക്കുന്ന ഭക്ഷണ വിതരണത്തിന്റെ 16ാം ഘട്ടത്തിൽ കണ്ടാണശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണവും രക്തദാനവും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദീപശിഖ പ്രയാണത്തിന് സ്വീകരണം നൽകി. മണത്തല മത്സ്യത്തൊഴിലാളി വികസനക്ഷേമ സഹകരണ സംഘത്തിൽ മൈക്രോ ഫിനാൻസ് വായ്പയുടെ വിതരണോദ്ഘാടനം നടന്നു. റമദാൻ മാസത്തിലെ പവിത്രമായ 27 രാവിൽ ബ്ലാങ്ങാട് മഹലും യുവജന കൂട്ടായ്മയും സംയുക്തമായി ഗ്രാൻഡ് ഇഫ്താർ കുടുംബസംഗമം സംഘടിപ്പിച്ചു. SSF SYS മന്ദലാകുന്ന യൂണിറ്റുകൾ റംസാൻ കിറ്റ് വിതരണം നടത്തി. തലക്കോട്ടുകര OIT പബ്ലിക് സ്കൂളിലെ 2024-25 വർഷത്തെ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് നടന്നു. പഴഞ്ഞി മാർ ബസേലിയസ് സ്കൂളിന്റെ പുതിയ KG ബ്ലോക്കിന്റെ 1ാം നില നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.